നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പാർക്കിങ്ങിന് സ്ഥലമില്ല. തിരുവല്ലയിൽ എത്തുന്ന വാഹന യാത്രക്കാരുടെ സ്ഥിരം പരാതിയാണ്. ഇപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ടാണ് കാൽനട യാത്രക്കാർ നേരിടുന്നത്. യാത്ര ചെയ്യേണ്ട മിക്ക ഇടങ്ങളിലെയും പൂട്ടുകട്ടകൾ ഇളകി മാറി കാൽനട യാത്ര പോലും ദുസ്സഹമാകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇത് കണ്ടിട്ട് മുനിസിപ്പാലിറ്റി അധികൃതർക്ക് യാതൊരുവിധ അനക്കവും ഇല്ല. കുരിശുകവല മുതൽ ദീപാ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ പൂട്ടുകെട്ടുകൾ മിക്കതും ഇളകി മാറിയിരിക്കുന്ന നിലയിലാണ്. KSRTC ടെർമിനലിന് എതിർവശത്തായി പൂട്ടുകെട്ടുകൾ ഇളകി ഓവുചാലുകളിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഏത് നിമിഷവും കാൽനടക്കാർ ഓവുചാലുകളിലേക്ക് വീഴാവുന്ന അവസ്ഥയാണ്. മിക്കയിടങ്ങളിലും ഓവുചാലിൻ്റെ സ്ലാബിൻ്റെ മുകളിലൂടെയാണ് നടപ്പാതയ്ക്കായി പൂട്ടുകെട്ടുകൾ നിരത്തിയത്. സ്ലാബിൻ്റെ കമ്പികൾ കാലപ്പഴക്കത്തെ തുടർന്ന് ദ്രവിച്ച് അടർന്നതിനാൽ മുകളിൽ പാകിയിരിക്കുന്ന പൂട്ടുകെട്ടുകൾ പലതും സ്ഥാനം തെറ്റി നിരപ്പില്ലാത്ത നിലയിലുമായി. ഈ കട്ടകളിൽ തട്ടി കാൽനട യാത്രക്കാർ വീഴുന്നതും പതിവാണ്. ചിലയിടങ്ങളിൽ റോഡ് നിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നടപ്പാതയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കട്ടകൾ ഇളകി മാറിയിടത്ത് ഇവ നിരപ്പാക്കിയിടാൻ PWDയും ശ്രമിക്കുന്നില്ല. MC റോഡിൻ്റെ ഈ ഭാഗം ദേശീയപാത അതോറിറ്റിയുടെ പരിധിയിൽ വരുന്നതിനാൽ തങ്ങളുടെ ചുമതലയിൽ പണി നടക്കില്ലെന്ന നിലപാടിലാണ് മരാമത്ത് വകുപ്പ്. ഈ റോഡ് ദേശീയപാതയുടെ പരിധിയിലായിട്ട് വർഷങ്ങളായി. അതിനാൽ തന്നെ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്താൻ കഴിയാത്ത സ്ഥിതിയിലുമായി. കഴിഞ്ഞ ദിവസം KSRTC ബസ് ടെർമിനൽ സന്ദർശിച്ച മന്ത്രി ഗണേഷ് കുമാർ ടെർമിനലിലെ ഇളകി മാറ്റിയ പൂട്ടുകെട്ടുകൾ മാറ്റിയിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് ഏറെ പ്രയോജനമുള്ള നഗരത്തിലെ നടപ്പാതയുടെ കാര്യം ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും അപകടം പതിയിരിക്കുകയാണ് നഗരത്തിലെ നടപ്പാതകളിൽ. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.